ഓക്കെ, നമ്മളിനി അടുത്തത് മോഡ്യൂൾ 5 നോക്കാൻ പോവാണ്. ഇപ്പോൾ മോഡ്യൂൾ 5 നമ്മൾ പറയുന്നത് ഗിയർ ട്രെയിൻസിനെ കുറിച്ചാണ്. ഗിയേഴ്സ് അറിയാം, നമുക്ക് പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെക്കാനിക്കൽ മെമ്പേഴ്സാണ് നമ്മൾ ഗിയേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഗിയേഴ്സിൻ്റെ കോമ്പിനേഷൻ, അതായത് പവർ ട്രാൻസ്മിഷൻ എന്ന് പറയുന്നതാണ്, അതായത് ഗിയറിൻ്റെ കോമ്പിനേഷൻസാണ് നമ്മൾ ഗിയർ ട്രെയിൻസ് ആയിട്ട് പറയുന്നത്. അതായത് ഗിയേഴ്സ് ഉപയോഗിക്കുന്നത് എന്തിനാണ്, അതായത് ഇപ്പം നമ്മൾ 2 or more gears are made to mesh with each other to transmit power from one shaft to another, and that combination of gear is actually known as the gear train. അപ്പോൾ ഗിയർ ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഗിയർ ട്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കോമ്പിനേഷൻ ഓഫ് ഗിയേഴ്സ് ആണെന്ന് പറയാൻ പറ്റുന്നതാണ് അല്ലേ? അപ്പോൾ മോർ ദാൻ എന്താണ് 1 ഗിയറിൻ്റെ കോമ്പിനേഷൻ ആണെന്ന് എനിക്ക് പറയാൻ പറ്റും. അപ്പോൾ എന്താണ് ഇങ്ങനെ പറയാൻ പറ്റും, 2 or more gears are made to mesh with each other. എന്തിനു വേണ്ടിയിട്ടാണ് ഇവ മെഷ് ചെയ്യുന്നത്? ടു ട്രാൻസ്മിറ്റ് പവർ, അതായത് പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിന് വേണ്ടി. ടു ട്രാൻസ്മിറ്റ് പവർ. അപ്പോൾ ഇതിനെയാണ് ഈ സാധാരണ പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് എന്തായിരിക്കും? ഒരു ഷാഫ്റ്റിൽ നിന്ന് മറ്റൊരു ഷാഫ്റ്റിലായിരിക്കും. അപ്പോൾ എങ്ങനെ പറയാൻ പറ്റും? ടു ട്രാൻസ്മിറ്റ് പവർ ഫ്രം വൺ ഷാഫ്റ്റ് ടു അനദർ. അപ്പോൾ ഒരു ഷാഫ്റ്റിൽ നിന്ന് അനദറിലേക്ക് എന്ത് ചെയ്യുന്നു? പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടി കോമ്പിനേഷൻ ഓഫ് ഗിയേഴ്സ് ഈസ് നോൺ ആസ് ഗിയർ ട്രെയിൻ. ഈ ഒരു സാധനത്തെ മൊത്തത്തിൽ നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും? ഗിയർ ട്രെയിൻ എന്ന് പറയാൻ പറ്റും. അപ്പോൾ പല ടൈപ്സ് ഓഫ് ഗിയർ ട്രെയിൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഗിയേഴ്സ് ഇപ്പോൾ 4th മോഡ്യൂളിൽ നമ്മൾ ഗിയറും ഗിയറിൻ്റെ ടെർമിനോളജിയും കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്നത്, ഗിയറുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നത്, അതിൻ്റെ ടെക്നിക്കൽ ടേംസും കാര്യങ്ങളൊക്കെ നമ്മൾ 4th മോഡ്യൂളിലാണ്. 5th മോഡ്യൂൾ നിങ്ങളിവിടെ നിന്ന് ആവശ്യം വേണ്ട കാര്യങ്ങൾ നമ്മളിപ്പോൾ ഇവിടെ തന്നെ ഡിസ്കസ് ചെയ്ത് പോകും. അപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്ത് പോയാൽ മതി? ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്താലും മതി. പിന്നെ നമുക്ക് അടുത്ത നോക്കേണ്ടതെന്ന് പറയുന്നത് ടൈപ്സ് ആണ്. ടൈപ്സ് ഓഫ് ഗിയർ ട്രെയിൻ. നമുക്ക് ഗിയർ ട്രെയിൻ എത്ര ടൈപ്സ് പറയാൻ പറ്റുമെന്നുള്ളതാണ് അടുത്ത് നോക്കേണ്ടത്. അപ്പോൾ ടൈപ്സ് ഓഫ് ഗിയർ ട്രെയിൻ ഫസ്റ്റ് നോക്കേണ്ടതെന്ന് പറയുന്നത്, ഫസ്റ്റ് വൺ ഈസ് സിമ്പിൾ ഗിയർ ട്രെയിൻ. ഇത് മിക്കപ്പോഴും ചോദിക്കാറുള്ളതാണ്, പക്ഷേ ഇത് കറക്റ്റ് കൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് വേണം നമുക്ക് പ്രോബ്ലംസ് ചെയ്യാനായിട്ട്, അതുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആണ്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് കോമ്പൗണ്ട് ഗിയർ ട്രെയിൻ. And the third one is reverted gear train. The fourth one is epicyclic gear train. വളരെ ട്രിക്കി ആയിട്ടുള്ള ഒരു പോർഷനാണ്, പക്ഷേ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്, പ്രോബ്ലംസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ we are going to look the concept of simple gear train. അപ്പോൾ സിമ്പിൾ ഗിയർ ട്രെയിനിലെ കൺസെപ്റ്റിലേക്ക് പോകുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ആ സിമ്പിൾ ഗിയർ ട്രെയിൻ വെച്ച് തന്നെ നമുക്ക് പറഞ്ഞു പോകാം. അപ്പോൾ ഫസ്റ്റ് ഗിയർ ട്രെയിൻ എന്ന് പറയുന്നത്, we are going to look സിമ്പിൾ ഗിയർ ട്രെയിൻ. ആക്ച്വലി 2 പാരലൽ ഷാഫ്റ്റ്സിനിടയ്ക്ക് നമുക്ക് പവർ ട്രാൻസ്മിറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ സിമ്പിൾ ഗിയർ ട്രെയിനാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഒരു ഷാഫ്റ്റിൽ ഒരു ഗിയർ മാത്രമേ ഒരു സമയം കാണത്തുള്ളൂ. അപ്പോൾ ഇത് പാരലൽ ഷാഫ്റ്റ്സിനിടയ്ക്ക് പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിരിക്കും ഉപയോഗിക്കേണ്ടത്. പിന്നെ ഒരു ഷാഫ്റ്റിൽ ഒരു ഗിയർ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്കിങ്ങനെ പറയാൻ പറ്റും, വേർ അല്ലെങ്കിൽ വെൻ ദർ ഈസ് ഓൺലി 1 ഗിയർ പ്രസൻറ്റ് ഇൻ 1 ഷാഫ്റ്റ് ഇൻ എ ഗിയർ ട്രെയിൻ, ദെൻ ദാറ്റ് ടൈപ്പ് ഓഫ് ഗിയർ ട്രെയിൻസ് ആർ നോൺ ആസ് സിമ്പിൾ ഗിയർ ട്രെയിൻ. അപ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ, ഇപ്പം ഞാൻ ഇപ്പോൾ ടോപ്പ് വ്യൂവും ഫ്രണ്ട് വ്യൂവും ഞാൻ വരയ്ക്കുകയാണ്. അപ്പോൾ ഫ്രണ്ട് വ്യൂ വരയ്ക്കുമ്പോഴത്തേക്ക് കാണാൻ നമുക്ക് എളുപ്പമായിരിക്കും. അതായത് ഇപ്പോൾ നമുക്കൊരു ഷാഫ്റ്റ് ഉണ്ടെന്ന് നോക്കാം ഇവിടെ. അപ്പോൾ ആ ഷാഫ്റ്റിൽ ഒരു ഗിയറുണ്ട്. ഈ ഷാഫ്റ്റിൽ ഗിയർ ഘടിപ്പിച്ചിട്ടുണ്ടെന്ന് നോക്കുക. നടുക്ക് ഇതൊരു ഷാഫ്റ്റാണ്,
ഇതാണ് നമ്മുടെ ഷാഫ്റ്റ്. അപ്പോൾ ഇതിലൊരു ഗിയർ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഗിയറിനെ ഞാൻ ഗിയർ നമ്പർ 1 എന്ന് കൊടുത്തു. 1 എന്ന് പറയുന്ന ഗിയർ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഷാഫ്റ്റിന് പാരലായിട്ട് ഇപ്പുറത്തൊരു ഷാഫ്റ്റുണ്ട്, ഇവിടെ ആയിട്ടൊരു ഷാഫ്റ്റുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഷാഫ്റ്റിലേക്ക് എനിക്ക് എന്ത് ചെയ്യണം? പവർ ട്രാൻസ്മിറ്റ് ചെയ്യണം. അപ്പോൾ ഈ ഒരു ഷാഫ്റ്റിലേക്ക് പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ അവിടെ ആ ഒരു ഷാഫ്റ്റിലും ഒരു ഗിയർ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ മെഷ് ചെയ്തിരിക്കുകയാണ്. എൻ്റെ സൈസൊക്കെ ഡിഫറെൻ്റ് ആയിരിക്കാം. അപ്പോൾ ഇവിടെ ഒരു ഷാഫ്റ്റുണ്ട്. ഓക്കെ, ഇപ്പം ഇതാണ് സെക്കൻഡ് ഷാഫ്റ്റ്. അപ്പോൾ ഈ സെക്കൻഡ് ഗിയർ എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഈ രണ്ട് ഗിയേഴ്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഈ രണ്ട് ഗിയേഴ്സും തമ്മിൽ മെഷ് ആവുന്നുണ്ട്. ഈ ഗിയേഴ്സ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഈ ഒരു ഗിയർ, ഫസ്റ്റ് ഗിയർ എന്ന് പറയുന്നത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കറങ്ങുകയാണ്. ഇങ്ങനെയാണ് കറങ്ങുന്നതെങ്കിൽ ഇവിടെ ഗിയേഴ്സിൻ്റെ ടീത്തുകൾ തമ്മിൽ മെഷായിരിക്കുന്ന പോയിന്റ് ഇവിടെ ആയിരിക്കുമല്ലോ ഈ സമയത്ത്. അപ്പോൾ ഇതിനെ കറക്കുന്നത്, ഇതിങ്ങനെയാണ് കറങ്ങുന്നതെങ്കിൽ ഇതിനെ എങ്ങനെ കറക്കും? ഈ ഒരു ഡയറക്ഷനിലായിരിക്കും നമ്മുടെ ഈ സെക്കൻഡ് ഗിയറിനെ കറക്കുന്നത്. ദാറ്റ് മീൻസ് വി ആർ ഗിവിങ് പവർ ടു ഗിയർ 1. ദാറ്റ് മീൻസ് ഷാഫ്റ്റ് 1-നാണ് പവർ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഗിയറിനെ നമ്മളവിടുത്തെ ഡ്രൈവർ എന്നും, ഈ ഒരു ഗിയറിനെ നമ്മളവിടുത്തെ എന്ന് വിളിക്കും ഡ്രിവൺ എന്നും വിളിക്കും, ഡ്രിവൺ ഷാഫ്റ്റ് എന്നും വിളിക്കും. അപ്പോൾ ദിസ് ഈസ് അവർ ഡ്രൈവർ ഗിയർ ഓർ ഡ്രൈവർ ഷാഫ്റ്റ്, ആൻഡ് ദിസ് വൺ ഈസ് അവർ ഡ്രിവൺ ഗിയർ ഓർ ഡ്രിവൺ ഷാഫ്റ്റ്. ഡ്രിവൺ ഷാഫ്റ്റ് എന്നോ ഗിവൺ ഗിയർ എന്നോ പറയാം. അപ്പോൾ നമുക്കിവിടെ ഒരു ഡ്രൈവറുണ്ട്, ഇവിടെ ഒരു ഡ്രിവൺ ഉണ്ട്, അല്ലെങ്കിൽ ഫോളോവർ ഉണ്ട്. ഓക്കെ, അപ്പോൾ പവർ കൊടുക്കുന്ന ഗിയറിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഡ്രൈവർ എന്ന് വിളിക്കുന്നത്. പവർ സ്വീകരിക്കുന്ന ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഗിയർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇത് ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ്, ഇത് ആൻറ്റി ക്ലോക്ക് വൈസ്. അത് ആലോചിച്ചോണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ രണ്ട് മെഷിലിരിക്കുന്ന രണ്ട് ഗിയേഴ്സ് തമ്മിൽ എടുത്തു കഴിഞ്ഞാൽ ദേ വിൽ ബി ഹാവിങ് ഓപ്പോസിറ്റ് ടു ഈച്ച് അതർ. രണ്ടും മെഷിലാണെങ്കിൽ അത് എക്സ്റ്റേണൽ ഗിയറിംഗ് എന്ന് പറയും. അതായത് ഈ ഒരു ഗിയറിൻ്റെ എക്സ്റ്റേണൽ ടീത്തുകൾ നമ്മുടെ സെക്കൻഡ് ഗിയറിൻ്റെ എക്സ്റ്റേണൽ ടീത്തുമായിട്ട് മെഷിലാവുന്നു. ആൻഡ് ദേ ആർ ട്രാൻസ്മിറ്റിംഗ് പവർ ഇൻ ബിറ്റ്വീൻ ദ ടു ഷാഫ്റ്റ്സ്. ആൻഡ് ദെൻ വി വിൽ ബി ഹാവിങ് 2 gears which is rotating in opposite directions. അപ്പം ഇത് ക്ലോക്ക് വൈസ് ആണെങ്കിൽ ഇത് ആൻറ്റി ക്ലോക്ക് വൈസ് ആണെന്ന് ആലോചിക്കുക. ഇത് ആൻറ്റി ക്ലോക്ക് വൈസ് ആയിരുന്നെങ്കിൽ ഇത് തിരിച്ചായിരുന്നു അതിനെ കറക്കേണ്ടിയിരുന്നത്. അപ്പോൾ ഇത് ആൻറ്റി ക്ലോക്ക് വൈസ് ആയിരുന്നെങ്കിൽ ഇത് ഇങ്ങനെ കറങ്ങിയനെ. ദാറ്റ് മീൻസ് ഇറ്റ് വിൽ ബി ഹാവിങ് എ ക്ലോക്ക് വൈസ് റൊട്ടേഷൻ. ഇവിടെ ഇപ്പോൾ ഇത് ക്ലോക്ക് വൈസ് ആണ്. ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ് അറിയാലോ. ഇത് ക്ലോക്ക് വൈസ് റൊട്ടേഷൻ ആണ്. ആൻഡ് ദെർഫോർ ഇറ്റ് വിൽ ബി ഹാവിങ് ദ ആൻറ്റി ക്ലോക്ക് വൈസ് റൊട്ടേഷൻ. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ രണ്ട് ഗിയേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഞാൻ ടോപ്പ് വ്യൂവും കൂടെ ഞാൻ ഒന്ന് കാണിക്കുക. അത് നമ്മളിപ്പോൾ കാണുന്നതെന്ന് പറഞ്ഞാൽ ഷാഫ്റ്റ് ഇതാ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ഷാഫ്റ്റ്. ആൻഡ് വി ആർ ഹാവിങ് ദി ഗിയർ ഹിയർ. ഇവിടെയും നമ്മുടെ ഷാഫ്റ്റ് ഇതാണ്. വി ആർ ഹാവിങ് ദി ഗിയർ. അപ്പോൾ ഇതിനെ ഞാൻ ഇതിൻ്റെ ടോപ്പ് വ്യൂ എടുത്ത് കാണിച്ചു കഴിഞ്ഞാൽ, ഞാൻ ടോപ്പ് വ്യൂ കാണിക്കുമ്പോഴത്തേക്ക് ജസ്റ്റ് എൻ്റെ ഷാഫ്റ്റ് ഒന്ന് വരച്ചിട്ട് അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. അതുകൊണ്ട് ഇത് ഇപ്പോൾ നമ്മുടെ ഒരു ഷാഫ്റ്റാണ്. അപ്പോൾ ഈ ഷാഫ്റ്റ് ഞാൻ ഇങ്ങോട്ട് എടുത്തിട്ട് വരയ്ക്കുകയാണ്. അപ്പോൾ ഷാഫ്റ്റ് അങ്ങോട്ടേക്ക് എടുത്തിട്ട് വരയ്ക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഷാഫ്റ്റ് ജസ്റ്റ് ഞാൻ ഇവിടെ ഇങ്ങനെ വരച്ചു. ഷാഫ്റ്റിൻ്റെ ഡയമീറ്റർ വെച്ചിട്ട് ജസ്റ്റ് വരച്ചു ചെറുതായിട്ട്. അപ്പോൾ ഒരു ഷാഫ്റ്റിൽ ഒരു ഗിയറേ പാടുള്ളൂ. അപ്പോൾ ഈ ഒരു ഷാഫ്റ്റിൻ്റെ ഇതെന്ന് പറയുന്നത്, ഈ ഷാഫ്റ്റിലുള്ള ഗിയറിൻ്റെ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ ഇത്രയാണല്ലോ. അപ്പോൾ ഈ ഒരു ലെന്ത് മാത്രമേ ഇവിടെ കാണുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഞാനിവിടെ ഒന്ന് ജസ്റ്റ് മാർക്ക് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഇത്ര ലെന്ത് മാത്രമേ പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്ത് ഗിയർ ഇരിക്കത്തുള്ളൂ. ഇപ്പുറത്തെ സൈഡും അതേപടി അല്ലേ. അപ്പോൾ ഇത് നമ്മുടെ ഗിയറാണ്. ഇതാണ് നമ്മുടെ ഗിയർ അല്ലേ. അപ്പോൾ ഈ ഗിയർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ഗിയറാണ്. അപ്പോൾ ഇത് നമ്മുടെ ഷാഫ്റ്റാണ്, ആലോചിച്ചോളണം. ഇവിടെയും അതിൻ്റെ ഇതുണ്ട്. ഇതിന് ഗിയർ ഫുള്ള് കവർ ചെയ്തായിരിക്കുമല്ലോ വരുന്നത്. നമുക്കിവിടെ ഇങ്ങനെ ഹാച്ച് ചെയ്ത് വരയ്ക്കാം. അപ്പോൾ ഇത് ഗിയറാണ്. അപ്പോൾ ഇത് വരയ്ക്കുമ്പം ഇതിൻ്റെ ഡയമീറ്ററാണ് ഈ താഴത്തെ ഡയമീറ്റർ എന്ന് ആലോചിക്കണം. ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, ഈ ഡയമീറ്റർ എന്ന് പറയുന്നത് ഈ ഗിയറിൻ്റെ ഡയമീറ്ററാണ്. ഓക്കെ, ഇതാണ് അതിൻ്റെ ടോപ്പ് വ്യൂ. അപ്പോൾ ഇതുമായിട്ട് മെഷിലിരിക്കുന്ന ഗിയറല്ലേ ഈ സാധനം. അപ്പോൾ ഇതിന് ഒരു ഡയമീറ്റർ ഉണ്ടാവും. ഇതിൻ്റെ ടോട്ടൽ ലെന്ത്, ടോട്ടൽ ഡയമീറ്റർ എത്രയാണ് ആണെങ്കിൽ അത്ര ഒരു ലെന്തി മാത്രം ഇവിടെ ഞാൻ എന്ത് ചെയ്തു? രണ്ടാമത്തെ ഷാഫ്റ്റ് വരച്ചു. രണ്ടാമത്തെ ഗിയർ വരച്ചു. അപ്പോൾ ഇതിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് ഇത്ര ആയതുകൊണ്ട് ഇത്ര വെച്ച് ഞാൻ കട്ട് ചെയ്ത് നിർത്തണം. അപ്പോൾ ഞാൻ ഇവിടെ വരെ വരയ്ക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇത് തിരിച്ച് ഹാച്ച് ചെയ്യാം. ഇപ്പോൾ രണ്ടെണ്ണമാണെന്ന് അറിയണ്ടേ. ഇവിടെ വെച്ചിട്ട് രണ്ടും കൂടെ മെഷ് ചെയ്യുന്നു. അപ്പോൾ ഞാനിത് തിരിച്ച് ഹാച്ച് ചെയ്യും. രണ്ട് ഗിയേഴ്സ് തമ്മിൽ മെഷാവണം. അപ്പോൾ ഇതിൻ്റെ ഷാഫ്റ്റ് നമുക്ക് ഇവിടെ വരച്ചുകൂടെ? അതുകൊണ്ട് ഇതിൻ്റെ നേരെ ഇവിടെ നമുക്കിൻ്റെ ഷാഫ്റ്റ് വരയ്ക്കും. ഷാഫ്റ്റിൻ്റെ ലെന്തൊന്നും ഇമ്പോർട്ടൻ്റ് ഇല്ല, ജസ്റ്റ് ഷാഫ്റ്റ് വരച്ചിട്ട്. ഓക്കെ, അപ്പോൾ ഇത് രണ്ട് ഗിയേഴ്സാണ്. രണ്ട് ഗിയർ 1 ആണ്, ഗിയർ 2 ആണ്. അപ്പോൾ ഇതിൻ്റെ ടോപ്പ് വ്യൂ ആണിത്. അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ പറയാം, ഇത് ഷാഫ്റ്റ് 1 ആണല്ലേ. അപ്പോൾ 1 എന്ന് പറയുന്ന ഷാഫ്റ്റ്, ഇത് ഷാഫ്റ്റ് 2 ആണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണ്? ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ഒരു ഷാഫ്റ്റിൽ ഒറ്റ ഗിയർ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടത് സിംഗിൾ ഷാഫ്റ്റ്
contains one gear and it is used for transmitting എന്താണ് transmitting power between parallel ഷാഫ്റ്റ്സ്. അപ്പോൾ ഇവിടെ 2 ഷാഫ്റ്റ്സേ ഉള്ളൂ. ഇത് 2 കൂടുതലാവാം, ഒരു 3, 4, 5 ഒക്കെ ആവാം. അപ്പോൾ നമുക്ക് ഞാൻ ഇത്ര സ്ലോയിൽ പോകുന്നതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഒരു സാധനം ആയതുകൊണ്ടാണ്, പുതിയൊരു സംഭവമാണ്. നമ്മൾ ഗിയർ 4th മോഡ്യൂൾ നോക്കാതെയാണ് 5th മോഡ്യൂളിലേക്ക് വന്നത്, അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഇതാക്കുന്നുള്ളൂ. അപ്പോൾ ഇതിന് ഞാനിപ്പോൾ പറയുകയാണ്, ഈ ഒരു ഫസ്റ്റ് ഗിയറിന് നമ്പർ ഓഫ് ഡയമീറ്റർ കൂടുന്നതോറും നമ്പർ ഓഫ് ടീത്ത് പ്രസൻറ്റ് ഇനി അത് കൂടുമല്ലോ. അപ്പോൾ ഇതിൽ മോഡ്യൂൾ എന്നൊക്കെ പറയുന്ന സാധനങ്ങളൊക്കെ ഉണ്ട്, അത് ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കിയിട്ട് അത് നമ്മൾ പിന്നീട് നോക്കാം. സിപ്പത്തിൽ മാത്രം ആലോചിക്കാം. ഇപ്പോൾ ഈ ഒരു ഈ ഒരു ഗിയറിൽ ഇതിനുള്ള നമ്പർ ഓഫ് ടീത്തിൻ്റെ എണ്ണം എന്ന് പറയുന്നത് T1 ആണ് നോക്കുക. ആൻഡ് ദിസ് ഇൻ ദ ഗിയർ 2 വി വിൽ ബി ഹാവിങ് ദ നമ്പർ ഓഫ് ടീത്ത് വിച്ച് ഈസ് ഈക്വൽ ടു T2. അപ്പോൾ നമുക്ക് T1 എന്ന് പറയുന്നത് ഞാൻ എന്താണെന്ന് പറഞ്ഞു, നമ്പർ ഓഫ് ടീത്ത് ഇൻ ഗിയർ 1. ഇനി T2 എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്താണ്, നമ്പർ ഓഫ് ടീത്ത് ഇൻ ഗിയർ 2. ഇനി അടുത്തത് ഈ ഒരു ഗിയറിന് ഒരു സ്പീഡ് ഉണ്ടാവുമല്ലോ, ആ സ്പീഡ് ഞാൻ N1 എന്ന് പറഞ്ഞു. ഈ ഒരു ഗിയറിന് ഒരു സ്പീഡ് ഉണ്ടാവുമല്ലോ, ആ ഗിയർ സ്പീഡ് എന്ന് പറഞ്ഞാൽ N2 എന്ന് പറഞ്ഞു. ഇപ്പോൾ N1 എന്ന് പറയുന്നത് എന്താണ്, ദ സ്പീഡ് ഓഫ് ഗിയർ 1, ഫസ്റ്റ് ഗിയറിൻ്റെ സ്പീഡാണ്. ആൻഡ് ഇറ്റ് വിൽ ബി ഇൻ RPM, റൊട്ടേഷൻസ് പെർ മിനിറ്റിലായിരിക്കും അത് കിടക്കുന്നത്. ആൻഡ് N2 എന്ന് പറയുന്നത് സ്പീഡ് ഓഫ് ഗിയർ 2 ആൻഡ് ഇറ്റ് വിൽ ബി ഓൾസോ ഇൻ റൊട്ടേഷൻസ് പെർ മിനിറ്റ്, RPMലായിരിക്കും. അപ്പോൾ N1 കിട്ടി, N2 കിട്ടി. ഇനി നമുക്കിവിടെ ഡിഫൈൻ ചെയ്യാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വാട്ട് ഇസ് സ്പീഡ് റേഷ്യോ. സ്പീഡ് റേഷ്യോ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ഓൾവേസ് ഈക്വൽ ടു, നമുക്ക് ഇത്ര മാത്രം ആലോചിക്കാം, ദ സ്പീഡ് ഓഫ് ഡ്രൈവർ ഡിവൈഡഡ് ബൈ സ്പീഡ് ഓഫ് ഡ്രിവൺ ആണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും, സ്പീഡ് റേഷ്യോ എന്ന് പറഞ്ഞാൽ വെലോസിറ്റി റേഷ്യോ എന്നും പറയേ. അപ്പോൾ സ്പീഡ് ഓഫ് ഡ്രൈവർ ഡിവൈഡഡ് ബൈ സ്പീഡ് ഓഫ് ഡ്രിവൺ, ദാറ്റ് ഈസ് ഈക്വൽ ടു സ്പീഡ് ഓഫ് ഡ്രൈവർ എന്ന് പറഞ്ഞാൽ ഡ്രൈവ് ചെയ്യുന്നത് ഫസ്റ്റ് പവർ കൊടുക്കുന്ന ഷാഫ്റ്റ്, ദാറ്റ് ഈസ് N1, ഡിവൈഡഡ് ബൈ സ്പീഡ് ഓഫ് ഡ്രിവൺ എന്ന് പറയുന്നത് പവർ കിട്ടുന്ന ഷാഫ്റ്റ്, ദാറ്റ് ഈസ് N2. ദാറ്റ് ഈസ് N1 ബൈ N2 ആണ് ഇവിടുത്തെ സ്പീഡ് റേഷ്യോ എന്ന് പറയുന്നത്. ഇറ്റ് വിൽ ബി ഈക്വൽ ടു T1. N1 ആണ് ഇവിടെ വരുന്നതെങ്കിൽ ഇവിടെ T2 വരും, T2 ബൈ T1. ഈ ഒരു റേഷ്യോ നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഡെറിവേഷൻ കാര്യങ്ങളും നോക്കണ്ട, ജസ്റ്റ് ഇത്ര മാത്രം ആലോചിക്കുക. നമ്മളിതിൽ ചെയ്യുന്നതാണ്, നമ്മൾ ഗിയറിൽ ചെയ്യുന്നതാണ്. ഓക്കെ, ഇപ്പോൾ ഓൾറെഡി നമുക്ക് അറിയാവുന്ന സാധനമാണ്. സ്പീഡ് റേഷ്യോ N1 ബൈ N2 ഈസ് ഈക്വൽ ടു T2 ബൈ T1. ഇനി ഇതിന് ട്രെയിൻ വാല്യൂ എന്ന് പറയുന്നൊരു സാധനമുണ്ട്. ഇപ്പോൾ ട്രെയിൻ വാല്യൂ പറയുകയാണെങ്കിൽ, ട്രെയിൻ വാല്യൂ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഇത് നേരെ തിരിച്ചിടണം. അതായത് സ്പീഡ് ഓഫ് ഡ്രിവൺ ബൈ സ്പീഡ് ഓഫ് ഡ്രൈവറിനെയാണ് നമ്മൾ ട്രെയിൻ വാല്യൂ എന്ന് പറയുന്നത്. ദെർഫോർ അതിന് നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റും, 1 ബൈ സ്പീഡ് റേഷ്യോനെയാണ് നമ്മൾ ട്രെയിൻ വാല്യൂ എന്ന് പറയുന്നത്. ഇറ്റ് വിൽ ബി ഈക്വൽ ടു N2 ബൈ N1. ദെർഫോർ ഇറ്റ് വിൽ ബി ഈക്വൽ ടു T1 ബൈ T2. ഇവിടെ N2 എന്നാൽ T1. അപ്പോൾ 2 കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഒരു സിമ്പിൾ ഗിയർ ട്രെയിനിൻ്റെ സ്പീഡ് റേഷ്യോ എങ്ങനെ കണ്ടുപിടിക്കും. സ്പീഡ് റേഷ്യോ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഗിയർ N1, ഫസ്റ്റ് ഗിയർ 1, രണ്ടാമത്തെ ഗിയർ 2. നമ്മൾ ഡ്രൈവർ എന്ന് പറയുന്നത് അത് പവർ കൊടുക്കുന്നത് ഫസ്റ്റ് ഗിയറിലായതുകൊണ്ട് നമുക്ക് ഡ്രൈവർ 1 ആണ്, ഡ്രിവൺ ഗിയർ എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ ദെയർഫോർ ദ സ്പീഡ് ഓഫ് ഡ്രൈവർ ബൈ സ്പീഡ് ഓഫ് ഡ്രിവൺ എടുക്കുമ്പോഴത്തേക്ക് N1 ബൈ N2 വരും. ഇറ്റ് വിൽ ബി ഈക്വൽ ടു ദ റേഷ്യോ T2 ബൈ T1. നമ്പർ ഓഫ് ടീത്ത് ആണ് T2 T1 കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അത് ആലോചിച്ച് വെച്ചേക്കാം. ഇനി അടുത്ത പ്രധാനപ്പെട്ടൊരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ഒന്നിൽ കൂടുതൽ ഗിയേഴ്സ് വന്നു, അതായത് 2ൽ കൂടുതൽ ഗിയേഴ്സ് വന്നു. ഇവിടെ 2 ഗിയേഴ്സാണ് എന്നുള്ളത് സിമ്പിൾ ഗിയർ ട്രെയിൻ. 2ൽ കൂടുതലും ആവാമല്ലോ. അപ്പോൾ 2ൽ കൂടുതലാവുന്ന കേസിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇപ്പോൾ 2ൽ കൂടുതലാവുകയാണ് നോക്കൂ. ഇവിടെ ഒരു ഗിയർ, ഒരു വലിയ ഗിയർ, ഇപ്പുറത്തൊരു ചെറിയ ഗിയർ. ഇപ്പുറത്ത് വന്നപ്പോൾ വീണ്ടും ഒരു വലിയ ഗിയർ. ഇപ്പുറത്ത് വന്നപ്പോൾ വീണ്ടും ചെറിയ ഗിയർ. ചെറുത് വലുതെന്നുള്ള അവിടെ നിൽക്കട്ടെ.
എൻ്റെ ടോപ്പ് വ്യൂ എല്ലാം കൂടെ വരച്ചുകൊണ്ട് നിൽക്കുന്നില്ല. ടോപ്പ് വ്യൂ വരച്ചാൽ നിങ്ങൾക്ക് അറിയാമല്ലോ ഇതെങ്ങനെ ഇരിക്കും എന്നുള്ളത് അറിയാമല്ലോ. കോമ്പോസ് ശരിയല്ലേ? പുതിയ കോമ്പോസ് ആയതുകൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എല്ലാം ഷാഫ്റ്റ്സ് ഉണ്ട്. അപ്പോൾ സപ്പോസ് ഇത് ക്ലോക്ക് വൈസ് ആണെങ്കിൽ ഇത് ഫസ്റ്റ് ഗിയർ ആണ്, ഇത് സെക്കൻഡ് ഗിയർ ആണ്, ഇത് ആൻറ്റി ക്ലോക്ക് വൈസ് ആയിരിക്കും. ഇത് ആൻറ്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ ഇത് ക്ലോക്ക് വൈസ് ആയിരിക്കും അല്ലേ? അപ്പോൾ ഇത് ആൻറ്റി ക്ലോക്ക് വൈസ് ഇങ്ങനെ പോകുമായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇത് ക്ലോക്ക് വൈസ് ആണ്. 3 ഇത് ക്ലോക്ക് വൈസ് ആണെങ്കിൽ ഇത് എന്തായിരിക്കും? ആൻറ്റി ക്ലോക്ക് വൈസ് ആയിരിക്കും. ഇപ്പോൾ 4 ഗിയേഴ്സ് തമ്മിൽ ഇങ്ങനെ പവർ. അപ്പോൾ ഫസ്റ്റ് ഡ്രൈവർ എന്ന് പറഞ്ഞപ്പോൾ ഇതിൻ്റെ നമ്പർ ഓഫ് റൊട്ടേഷൻസ് പെർ മിനിറ്റ് എന്ന് പറയുന്നത് N1 ആണ്. നമ്പർ ഓഫ് ടീത്ത് എന്ന് പറയുന്നത് T1 ആണ്. ഇതിൻ്റെ റൊട്ടേഷൻസ് പെർ മിനിറ്റ് അഥവാ സ്പീഡ് എന്ന് പറയുന്നത് N2 ആണ്. നമ്പർ ഓഫ് ടീത്ത് എന്ന് പറയുന്നത് T2 ആണ്. ഇതിൻ്റെത് N3 T3, ഇത് N4 T4. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് 2 കോമ്പിനേഷൻസ് എടുത്താൽ ഇതിൻ്റെ ഡ്രൈവർ എന്ന് പറയുന്നത് N1 ഇതിൻ്റെ ഡ്രിവൺ എന്ന് പറയുന്നത് N2 ആണ്. സോറി, ഡ്രൈവർ എന്ന് പറയുന്ന ഗിയർ 1 ഡ്രിവൺ എന്ന് പറയുന്ന ഗിയർ 2 ആണ്. ഇവിടെ നിങ്ങോട്ടാണ് പവർ ട്രാൻസ്മിഷൻ്റെ ഡയറക്ഷൻ എന്ന് നോക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും നമ്മൾ എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് സ്പീഡ് റേഷ്യോ എന്ന് പറയുന്നത് വിൽ ബി N1/N2 വിച്ച് വിൽ ബി ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം? T2/T1. ദിസ് ഈസ് അവർ ഫസ്റ്റ് ഇക്വേഷൻ. ഇനി രണ്ടാമത്തെ നമ്മൾ എടുക്കുമ്പോഴത്തേക്ക് രണ്ടാമത്തെ ഗിയർ നമ്മൾ എടുക്കുമ്പോൾ രണ്ടും ഇവിടെ പവർ കിട്ടിയല്ലോ, 1ൽ നിന്ന് 2ൽ കിട്ടി. ഇനി 2ഉം 3ഉം കൂടെ എടുക്കുമ്പോഴോ 2ഉം 3ഉം കൂടെ എടുക്കുമ്പോൾ ഇതാണ് ആദ്യം കറങ്ങുന്നത്, അഥവാ ഇതിനാണ് പവർ കിട്ടുന്നത്. ഇതാണ് പിന്നെ എന്തിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്? ഇതിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവിടുത്തെ ഡ്രൈവർ ഇത് രണ്ടും മാത്രം എടുക്കുകയാണെങ്കിൽ ഡ്രിവൺ എന്ന് പറയുന്നത് സ്പീഡ് ഓഫ് ഡ്രിവൺ എന്ന് പറയുന്ന 2ഉം ഡ്രിവൺ എന്ന് പറയുന്ന 3ഉം ഡ്രൈവർ എന്ന് പറയുന്നത് എന്തായിരിക്കും? 2 ആയിരിക്കും. അപ്പോൾ ഇതും 2ഉം 3ഉം കൂടെ എടുക്കുമ്പോൾ അല്ലേ? അപ്പോൾ നമ്മളൊന്നുകൂടെ പറയാം, 1ൽ നിന്ന് 2ലേക്ക് പവർ കിട്ടി. അപ്പോൾ 1ഉം 2ഉം കൂടെ എടുക്കുമ്പോൾ ഡ്രൈവർ 1ഉം ഡ്രിവൺ 2 ആണ്. ഇനി 2 ആണ് 3യെ കറക്കുന്നത്. അപ്പോൾ 2ഉം 3ഉം മാത്രം എടുക്കുകയാണെങ്കിൽ ദ ഡ്രൈവർ വിൽ ബി 2 ആൻഡ് ദ ഡ്രിവൺ വിൽ ബി 3. ദെയർഫോർ ഡ്രൈവറിൻ്റെ സ്പീഡ് ബൈ ഡ്രിവൻ്റെ സ്പീഡ് വിൽ ബി ഈക്വൽ ടു T3/T2. ഇക്വേഷൻ നമ്പർ 2. ഇനി 3ഉം 4ഉം എടുക്കുമ്പോൾ 3ൽ പവർ കിട്ടി. ഡ്രൈവർ 3ഉം ഡ്രിവൺ 4ഉം ആണ്. അപ്പോൾ ദെയർഫോർ ഇറ്റ് വിൽ ബി N3/N4 വിച്ച് വിൽ ബി ഈക്വൽ ടു T4/T3 ആൻഡ് ഇറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 3. ഇനി നമ്മളിത് 3ഉം കൂടെ എന്ത് ചെയ്യാൻ പോവാണ്? മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് 1 ഇൻറ്റു സെക്കൻഡ് 1 ഇൻറ്റു തേർഡ് 1 വിച്ച് ഇംപ്ലൈസ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ്സ് എല്ലാം കൂടെ മൾട്ടിപ്ലൈ ആണ്. അപ്പോൾ ഇവിടുത്തെ ഫസ്റ്റ് ഇക്വേഷനിൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്ന് പറയുന്നത് N1/N2 ഇൻറ്റു ഇവിടുത്തെ എന്താണ്? N2/N3 ഇൻറ്റു N3/N4 ഇറ്റ് വിൽ ബി ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡ്സ് എല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ T2/T1 ഇൻറ്റു ഇവിടെ എന്ത് വരും? T3/T2 ഇൻറ്റു ഇവിടെ എന്ത് വരും? T4/T3. ആൻഡ് ഇവിടെ നമുക്ക് N2 ക്യാൻസൽ ചെയ്യാം, N3 ക്യാൻസൽ ചെയ്യാം. ആൻഡ് വി വിൽ ബി ഗെറ്റിംഗ് ദ വാല്യൂ N1/N4. ഈ ഹോൾ സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ ദ ഫസ്റ്റ് ഗിയർ വിൽ ബി ദ ഡ്രൈവർ ആൻഡ് ദ ലാസ്റ്റ് വൺ വിൽ ബി ദ ഡ്രിവൺ ഗിയർ. ഹോൾ സിസ്റ്റം മൊത്തത്തിൽ എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ സ്പീഡ് റേഷ്യോ ഓഫ് ദിസ് സിമ്പിൾ ഗിയർ ട്രെയിൻ ഇറ്റ് ഈസ് ആക്ച്വലി ഈക്വൽ ടു N1/N4 വിച്ച് വിൽ ബി ഈക്വൽ ടു ഇവിടെ നമുക്ക് T2 ക്യാൻസൽ ചെയ്ത് കളയാം, T3 ക്യാൻസൽ ചെയ്ത് കളയാം, വിച്ച് വിൽ ബി ഈക്വൽ ടു T4/T1. അതായത് നമ്മൾ N1 to N4 എടുത്താൽ നമുക്ക് എന്ത് എഴുതാൽ മതി? അതിൻ്റെ റേഷ്യോ T4/T1 അങ്ങനെ എടുത്താൽ മതി. അപ്പം N1 to N3 എടുത്തു കഴിഞ്ഞാലോ ഇത് മുതൽ ഇതുവരെ ഉള്ളത് സ്പീഡ് റേഷ്യോ നമ്മൾ കണ്ടുപിടിക്കണമെങ്കിൽ N1 to N3 സ്പീഡ് റേഷ്യോ കണ്ടുപിടിക്കണമെങ്കിൽ N1/N3 വിൽ ബി ഈക്വൽ ടു T3/T1. N1 to 4 ആണ് സ്പീഡ് റേഷ്യോ കണ്ടുപിടിക്കുന്നതെങ്കിൽ N1/N4 ഈക്വൽ ടു T4/T1. അപ്പോൾ ഇതാണ് നമ്മുടെ സ്പീഡ് റേഷ്യോ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇഫ് വി ആർ ഹാവിങ് മോർ ദാൻ 2 ഗിയേഴ്സ് ഇൻ എ സിമ്പിൾ ഗിയർ ട്രെയിൻ. ഇത് വളരെ സിമ്പിളായിട്ട് സ്പീഡ് റേഷ്യോ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. സ്പീഡ് റേഷ്യോ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. സ്പീഡ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം ഗിയേഴ്സിൻ്റെ ഗിയർ ട്രെയിനിൻ്റെ. വേറെ ഒന്നും നമ്മളിവിടെ പഠിക്കുന്നില്ല. ദെയർഫോർ ഈ ഒരു ക്വസ്റ്റ്യൻ മാത്രം ആലോചിച്ചിരുന്നാൽ മതി. സാധാരണ പണ്ട് ചോദിച്ചിട്ടുണ്ട് ഈ ഒരു ക്വസ്റ്റ്യനൊക്കെ വളരെ സിമ്പിളായിട്ട്. ചുമ്മാ N4 N3 T4 T1 ഒക്കെ തന്നിട്ട് N1 കണ്ടുപിടിക്കാൻ പറ്റുവാണെങ്കിലൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് വളരെ സിമ്പിളാണ്. കൺസെപ്റ്റ് മനസ്സിലാക്കി പോയാൽ മതി. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഈ ഒരു സാധനം എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു സിമ്പിൾ ഗിയർ ട്രെയിനാണ്. ഇനി നമ്മൾ അടുത്ത ഡിസ്കസ് ചെയ്യേണ്ടത് നമുക്ക് വേണ്ട എന്താണ്? കോമ്പൗണ്ട് ഗിയർ ട്രെയിനും റിവേർട്ടഡ് ഗിയർ ട്രെയിനുമാണ്. അപ്പം നമുക്ക് കോമ്പൗണ്ട് ഗിയർ ട്രെയിൻ എന്താണെന്ന് നോക്കാം. അപ്പം കോമ്പൗണ്ട് ഗിയർ ട്രെയിൻ ദ സെക്കൻഡ് അടുത്ത പേജ്. ഇപ്പോൾ രണ്ടാമത്തേതെന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കോമ്പൗണ്ട് ഗിയർ ട്രെയിൻ. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഗിയർ ട്രെയിനിൻ്റെ പ്രത്യേകത വി വിൽ ബി ഹാവിങ് എ ഗിയർ ട്രെയിൻ. സിമ്പിൾ ഗിയർ ട്രെയിനിൽ എന്താണ്? എ പർട്ടിക്കുലർ ഷാഫ്റ്റ് വിൽ കണ്ടെയ്ൻ ഓൺലി 1 ഗിയർ അറ്റ് എ ടൈം എന്നല്ല, ഓൺലി 1 ഗിയർ. അപ്പോൾ അതിൽ ഒരു ഗിയർ മാത്രമേ ഒരു ഷാഫ്റ്റിൽ ഉണ്ടാകത്തുള്ളൂ. ബട്ട് ഇൻ ദ കേസ് ഓഫ് കോമ്പൗണ്ട് ഗിയർ ട്രെയിൻ എ സിംഗിൾ ഷാഫ്റ്റ് വിൽ കണ്ടെയ്ൻ മോർ ദാൻ 1 ഗിയർ. അതായത് ഒരു ഷാഫ്റ്റിൽ ഒന്നിൽ കൂടുതൽ ഗിയേഴ്സ് ഉണ്ടാവും.
അപ്പോൾ അങ്ങനെയുള്ള സാധനത്തിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, കോമ്പൗണ്ട് ഗിയർ ട്രെയിൻസ് എന്ന് പറയുന്നത്. അപ്പം വെൻ ദർ ആർ മോർ ദാൻ 1 ഗിയർ ഓൺ എ ഷാഫ്റ്റ് ഇറ്റ് ഈസ് നോൺ ആസ് കോമ്പൗണ്ട് ഗിയർ ട്രെയിൻ. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും, എന്താണ് കോമ്പൗണ്ട് ഗിയർ ട്രെയിൻ? വെൻ ദർ ആർ മോർ ദാൻ 1 gear in a single shaft, it is called compound gear train. അപ്പോൾ കോമ്പൗണ്ട് ഗിയർ ട്രെയിൻ എന്ന് പറഞ്ഞതാണ്. അപ്പോൾ കോമ്പൗണ്ട് ഗിയർ ട്രെയിൻ എങ്ങനെ ഇരിക്കുമെന്ന് നോക്കാം. ജസ്റ്റ് ഞാനൊരു ചെറിയൊരു എക്സാമ്പിൾ വരുമായിരിക്കാം. അപ്പോൾ ഞാൻ ഒരു സ്റ്റെപ്പ് ഞാൻ പ്ലാനും എലിവേഷനും ജസ്റ്റ് ഒന്ന് വരച്ച് നോക്കാം. നമുക്ക് ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത് ഇത് മാതിരി ഇരിക്കും. ഇറ്റ് ഈസ് അവർ ഫസ്റ്റ് ഗിയർ 1 ആൻഡ് ഇറ്റ് ഈസ് ദർ ഈസ് എ ഷാഫ്റ്റ്. അപ്പോൾ ആ ഷാഫ്റ്റിൽ ഒരു ഗിയർ വെച്ചിട്ടുണ്ട്. ഗിയർ എന്ത് ചെയ്യുന്നു, സപ്പോസ് ഇറ്റ് ഈസ് ഹാവിങ് എ ക്ലോക്ക് വൈസ് റൊട്ടേഷൻ, അതൊക്കെ അവിടെ ഇരിക്കട്ടെ. എങ്ങനെയാണെങ്കിൽ അടുത്ത ഈ ഒരു ഇതുമായിട്ട് മെഷിലിരിക്കുന്ന വേറൊരു ഗിയറുണ്ട്, ഇതൊരു കൊച്ചു ഗിയർ വരയ്ക്കും. We are having a second gear here to which the gear 1 is meshing. അപ്പോൾ ഗിയർ 1 എന്ന് പറയുന്ന പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഈ സെക്കൻഡ് ഗിയറിലേക്കായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇതിൻ്റെ രണ്ടിൻ്റെയും നമ്മൾ എന്ത് വരച്ചാൽ ടോപ്പ് വ്യൂ വരച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഇതിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാണ്, ഈ ഒരു ഡിസ്റ്റൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഡിസ്റ്റൻസിൽ ഞാനിവിടെ വരയ്ക്കും. അപ്പോൾ ഇത്രയും ഓക്കെ. അപ്പോൾ ഇതിൻ്റെ ഷാഫ്റ്റ് ഇവിടെ ഞാനിവിടെ ഷാഫ്റ്റ് വരച്ചു. അപ്പോൾ ഇതാണ് നമ്മുടെ ഗിയർ എന്ന് പറയുന്നത്. ഓക്കെ, ദിസ് ദ ഗിയർ 1. അപ്പോൾ ഇത് ടോപ്പ് വ്യൂ ആണ്. ഇവിടെ നോക്കുമ്പോൾ ഉള്ള വ്യൂ മനസ്സിലായല്ലോ. അതായത് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇവിടെ ഗിയർ കറങ്ങിയല്ലേ, ഇവിടെ നോക്കുമ്പോൾ ഈ ഷാഫ്റ്റ് ഇങ്ങനെ ഇരിക്കും. ഗിയറാണ് കണ്ട ഗിയർ, ഇതാണ് ഗിയർ. ഗിയർ ഇവിടെ കിടന്ന് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതിൽ അടുത്തൊരു സാധനം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു മെഷിലിരിക്കുന്നത് ഇത്ര ഡിസ്റ്റൻസേ ഉള്ളൂ. ഡിസ്റ്റൻസ് മെഷിലിരിക്കുന്ന ഗിയർ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ മോർ ദാൻ 1 ഗിയറിനെ ഷാഫ്റ്റ് വരണ്ടേ. അപ്പോൾ ഇതേ ഷാഫ്റ്റിൽ ഞാൻ വേറൊരു ഗിയറും കൂടെ ഘടിപ്പിക്കാൻ പോവാം. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിലോ ബാക്കിലോ ഈ ഷാഫ്റ്റ് ഇതാ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇതിലൊരു ഗിയറുണ്ട്. ഇതിൻ്റെ ഫ്രണ്ടിലോ അല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെ പിറകിലായിട്ടോ എനിക്ക് ഷാഫ്റ്റ് ഗിയർ വെക്കാം. ഞാൻ ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് വേറൊരു ഗിയർ വയ്ക്കും. ഇതിവിടെ ഒരു വലിയ ഗിയർ ഉണ്ട്. അപ്പോൾ ഇത് പ്ലാനും എലിവേഷനും തമ്മിൽ കൺഫ്യൂഷൻ ആവരുതേ, രണ്ടും ഒന്നാണ് വരയ്ക്കുന്നത്. അപ്പോൾ ഇത് സെക്കൻഡ് ഗിയർ ആയിരുന്നു അല്ലേ, ദിസ് വാസ് അവർ സെക്കൻഡ് ഗിയർ. നമ്മൾ ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് വേറൊരു ഗിയർ, ദിസ് ഈസ് ആക്ച്വലി അവർ തേർഡ് ഗിയർ ആണ്. അപ്പോൾ മൂന്നാമത്തെ ഗിയർ ഇപ്പോൾ ഇവിടെ നോക്കുമ്പോഴത്തേക്ക് കാണുന്ന പ്ലാനാണ്, വ്യൂ ആണിത്. അപ്പോൾ ഈ ഒരു ഗിയർ ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഇരിക്കണ്ടേ. അപ്പോൾ ഫ്രണ്ടിലായിട്ട് ഇരിക്കുമ്പോൾ അതിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് ഇതാണ്, ഇതിൻ്റെ ലെന്ത് ഇതാണ്. അപ്പോൾ ആ ഒരു ലെന്തിൽ എനിക്കിവിടെ ഒരു ഗിയർ ഇങ്ങനെ കാണാം. ആക്ച്വലി അപ്പോൾ ബാക്കിലിരിക്കുന്ന സാധനം നടുക്കായിട്ട് വന്നില്ല, സോറി. ജസ്റ്റ് ചെയ്ത് അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് ഗിയർ. വി ആർ ഹാവിങ് തേർഡ് ഗിയർ. അപ്പോൾ ഇത് നമ്മുടെ തേർഡ് ഗിയർ ആണ്, മൂന്നാമത്തെ ഗിയറാണ്. അപ്പോൾ ആക്ച്വലി നമ്മൾ വരയ്ക്കുമ്പം ഇത് ഫ്രണ്ടിൽ ഈ ഒരു വലിയ ഗിയർ ഇരിക്കുന്നുണ്ട്. ഇതിന് പിറകിൽ വരുന്ന ഇത്രയും പോർഷൻ എന്ന് പറയുന്നത് നമുക്ക് ഡോട്ടഡ് ലൈൻ വരച്ച് വെക്കാം. കാര്യം ഡോട്ടഡ് ആയിട്ട് വരച്ച് വെക്കാം, കാണാൻ പറ്റത്തില്ല എന്നുള്ളത് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്കിത് ഡോട്ടഡ് ആയിട്ട് കാണിക്കാം ഫ്രണ്ട് വ്യൂവിൽ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിലാണ് വന്നിരിക്കുന്നത്. അപ്പം നമുക്കിവിടെ ആലോചിക്കേണ്ട ഒരു സാധനം എന്ന് പറയുന്നത് 2 and 3 ആർ എന്ത് ഗിയേഴ്സ് എന്ന് പറയണം, കോമ്പൗണ്ട് ഗിയേഴ്സ് എന്ന് പറയണം. 2ഉം 3 എന്താണ്, ഇവിടെ കോമ്പൗണ്ട് ഗിയേഴ്സാണ്. അപ്പോൾ ഇവിടെ ആക്ച്വലി ഇതൊരു സിമ്പിൾ ഗിയർ ട്രെയിനിൻ്റെ പോർഷനാണ്. കാര്യം സിമ്പിൾ ഗിയറാണ്, കാര്യം ഒരു ഷാഫ്റ്റിൽ ഒരു ഗിയർ മാത്രമേ ഉള്ളൂ. ബട്ട് ഹിയർ 2 and 3 ആർ കോമ്പൗണ്ട് ഗിയേഴ്സ്. ഇനി അടുത്ത 3 ആയിട്ട് വേറൊരു ഗിയർ മെഷിൽ വരുന്നു, എത്രയെങ്കിലുമൊക്കെ ഉള്ളൊരു ഗിയർ. ഇതാണ് ആ ഗിയർ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഹാവിങ് ദിസ് ഈസ് 4th ഗിയർ. അപ്പോൾ ഇതിനൊരു ഷാഫ്റ്റ്, ഒരു സിംഗിൾ ഷാഫ്റ്റ് ഒരു ഇതാണ് ഞാൻ പറഞ്ഞു, അങ്ങനെ ഇരിക്കും 4th ഗിയർ.
അപ്പോൾ ഇതിനൊരു ഡയമീറ്റർ വെച്ചിട്ട് നമുക്ക് ഈ ഒരു സാധനം എന്തുമായിട്ടാണ് മെഷിലിരിക്കുന്നത് 3 ആയിട്ടാണ്. അപ്പോൾ 3 എന്ന് പറയുന്ന ഗിയർ ഇതാണ്. അപ്പോൾ അതിൽ മെഷാവുന്ന രീതിയിൽ വരയ്ക്കാവും. ഞാനിത് ഇങ്ങനെ വരച്ച് കാണിക്കുന്നതിന് കാര്യമുണ്ട്. കാര്യം നിങ്ങൾ ചുമ്മാ വെറുതെ 2-3 വട്ടം വരച്ച് നോക്കുക അല്ല ഇത് ചെയ്യുന്നത്. അത് ആലോചിച്ചോളാം. ഈ വരക്കുന്നത് ഏതൊക്കെ തമ്മിലാണ് കറക്റ്റ് മെഷിങ് എന്ന് അറിഞ്ഞില്ലെങ്കിൽ പ്രോബ്ലം ചെയ്യാനൊന്നും പറ്റത്തില്ല. അത് മാത്രം അറിഞ്ഞാൽ മതി, വേറെ ഒന്നും ഇല്ലേ പോലും അതിലായിട്ട് ചെയ്യാനായിട്ട്. ഭയങ്കര സിമ്പിളായിട്ടുള്ള പ്രോബ്ലംസൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഇത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അപ്പോൾ 1 2ലേക്ക് പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. ഇവിടെ നോക്കി അറിയാം 1 എന്ന് പറയുന്ന ഗിയർ കണ്ട അത് വന്ന് കോൺടാക്റ്റിലിരിക്കുന്ന എന്തിലാണ് 2 ആയിട്ട് കണ്ട. അപ്പോൾ ഏതെങ്കിലും ഒരു പവർ ഇത് കിട്ടിയാൽ മതി, ഫിഗർ കിട്ടിയാൽ മതി. പിന്നെ 2ഉം 3ഉം ഇത് നോക്കിയാൽ നമുക്ക് 2ഉം 3ഉം കോമ്പൗണ്ട് ആണെന്ന് പറയാനൊന്നും പറ്റത്തില്ല. ഈ ഒരു ഫിഗർ നോക്കിയാൽ കാര്യം ഇതിനിടയ്ക്ക് ചിലപ്പം ഷാഫ്റ്റ് ഇല്ലെങ്കിലോ, അതായത് ഇവിടെ വേറൊരു ഷാഫ്റ്റിലാണ് ഇത് വെച്ചേക്കുന്നെങ്കിലോ. പക്ഷേ നമുക്ക് പറഞ്ഞിരിക്കുകയാണ് 2ഉം 3ഉം കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 2ൻ്റെ ഫ്രണ്ടിലായിട്ട് 3 ഇരിക്കുന്നു. കാര്യം 2 കാണാൻ പറ്റുന്നില്ല, ഡോട്ടിട്ട് 3 2ൻ്റെ പിറകിലിരുന്നാലും കുഴപ്പമില്ല, 2ഉം 3ഉം കോമ്പൗണ്ടാണ്. അപ്പോൾ ഈ ഒരു സിംഗിൾ ഷാഫ്റ്റിലായിരിക്കും 2ഉം 3. അപ്പോൾ അവിടെ പ്രധാനമായിട്ടൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഈ ഷാഫ്റ്റിന് ഒരു സ്പീഡേ ഉണ്ടാകത്തുള്ളൂ. ദെയർഫോർ റൊട്ടേഷൻസ് പെർ മിനിറ്റ് ഈക്വൽ ആയിരിക്കും. അതായത് ഒരു മിനിറ്റിൽ ഈ ഷാഫ്റ്റ് ഒരു തവണ റൊട്ടേറ്റ് ചെയ്യുന്നത് ഇപ്പോൾ 2ൻ്റെ കേസ് എടുത്താലും 3ൻ്റെ കേസ് എടുത്താലും ഈക്വലാണ്. അതുകൊണ്ട് N2 എന്ന് പറയുന്നത് ഈക്വൽ ടു N3 ആണ്. അത് ഒരു ഷാഫ്റ്റിലോട്ട് 2 ഗിയേഴ്സ് ആയതുകൊണ്ട് ഇറ്റ് വിൽ ബി ഹാവിങ് സെയിം സ്പീഡ്, സെയിം റൊട്ടേഷൻസ് പെർ മിനിറ്റ്. ദെയർഫോർ N2 വിൽ ബി ഈക്വൽ ടു N3 എന്ന് നമ്മളിവിടെ പറഞ്ഞു വെക്കേണ്ടി വരും. ഇപ്പോൾ ഫസ്റ്റ് ഗിയർ എന്ന് പറയുന്നത് 1 ആണ്, and it will be having the speed N1, and the second gear will be having the speed N2, the third gear will be having the speed N3. Since 2 and 3 are compound gears, N2 will be equal to N3, and the fourth gear will be having the speed N4. Therefore ഫോർത്ത് എന്തുമായിട്ട് 3 ആയിട്ടാണ് കണക്ഷൻ. അതായത് 3 എന്ന് പറയുന്നത്. അപ്പോൾ 2 കറങ്ങുന്നതിൻ്റെ കൂട്ടത്തിൽ എന്തും കൂടെ കറങ്ങും. 2ഉം 3ഉം തമ്മിൽ മെഷല്ല. 2നെ കറക്കുന്നത് 1 ആണ്. പക്ഷേ 2 കറങ്ങുന്നതിൻ്റെ കൂട്ടത്തിൽ ഷാഫ്റ്റ് കറങ്ങുന്നതിൻ്റെ കൂട്ടത്തിൽ 3 എന്ന് പറയുന്ന ഗിയറും കൂടെ കറങ്ങും. അപ്പോൾ ഈ 3 എന്ന് പറയുന്ന ഗിയർ എന്തുമായിട്ട് മെഷിലിരിക്കുകയാണ്, 4 എന്ന് പറയുന്ന ഗിയറുമായിട്ട് മെഷിലിരിക്കുകയാണ്. ദെയർഫോർ 3 വിൽ റൊട്ടേറ്റ് 4 എന്ന് റൊട്ടേറ്റ് ചെയ്യും. വിൽ ബി ഗെറ്റിംഗ് ദ എക്സിറ്റ്, വിൽ ബി ഗെറ്റിംഗ് എ പർട്ടിക്കുലർ പവർ ഔട്ട്പുട്ട് അറ്റ് ദ എക്സിറ്റ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു കോമ്പൗണ്ട് ഗിയർ ട്രെയിനിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേക കണ്ടീഷൻ മനസ്സിലായല്ലോ. അപ്പം ഇൻ ദിസ് ഗിയർ ട്രെയിൻ വി ആർ ഹാവിങ് മോർ ദാൻ 1 ഗിയർ ഇൻ എ സിംഗിൾ ഷാഫ്റ്റ്. അപ്പോൾ ഇതിൽ ഞാൻ സ്പീഡ് ഓഫ് ഇത് പറയുകയാണെങ്കിൽ 1ഉം 2ഉം കൂടെ തമ്മിലാണ് ആദ്യം മെഷിലിരിക്കുന്നത് അല്ലേ. 1ഉം 2ഉം ഇത് നോക്കി നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. 1ഉം 2ഉം തമ്മിൽ ആദ്യം മെഷിലിരിക്കുകയാണ്. ദെയർഫോർ വിൽ ബി ഹാവിങ് എ സ്പീഡ് റേഷ്യോ N1/N2 വിച്ച് വിൽ ബി ഈക്വൽ ടു T2/T1. അത് നമ്മൾ നേരത്തെ നോക്കിയത് ഇക്വേഷൻ നമ്പർ 1. And since 2 and 3 are not in mesh, 2 and 3 are compound gears, we can write N2 is equal to N3 എന്ന് പറഞ്ഞു വെക്കാനേ പറ്റൂ. അവിടെ സ്പീഡ് റേഷ്യോ ഒന്ന് N2/N3 എന്ന് എഴുതി വെക്കരുത്, രണ്ടും തമ്മിൽ മെഷിലൊന്നുമില്ല. ആൻഡ് ദെൻ 3 is in mesh with 4. 3ഉം 4ഉം തമ്മിൽ മെഷിലാണ്. ഇത് നോക്കിയാലും അറിയാം. അപ്പം N3/N4 എന്ന് പറയുന്നത് സ്പീഡ് ഓഫ് ഡ്രൈവർ ബൈ ഡ്രിവൺ. N3/N4 will be equal to T4/T3, and therefore it will be equation number 2. And multiplying these two equations 1 into 2, we will be getting N1/N2 into N3/N4, which is equal to T2/T1 into T4/T3. N2 N3 വെട്ടിക്കളയാം. കാര്യം എന്താ, N2 is equal to N3 ആണ്. കാര്യം സ്പീഡ് ഓഫ് റൊട്ടേഷൻ ഓഫ് 2 and 3 will be equal. Therefore we will be getting N1/N4 in the left hand side, and it is equal to T2 into T4 divided by T1 into T3. അപ്പോൾ T2 into T4 എന്ന് പറഞ്ഞാൽ എന്താ, T2 ഈസ് ആക്ച്വലി ഈ 1ഉം 2ഉം കൂടെ എടുക്കുമ്പോൾ ഡ്രിവൺ ഏതാണ്, T2 ആണ് അല്ലേ. 1ഉം 2ഉം കൂടെ എടുക്കുമ്പം. ഇനി മെഷിലിരിക്കുന്ന 3ഉം 4ഉം കൂടെ എടുക്കുമ്പോൾ ഏതാണ് ഡ്രിവൺ, ഇതാണ് ഡ്രിവൺ. ഇനി 1ഉം 2ഉം കൂടെ എടുക്കുമ്പോൾ ഡ്രൈവർ ഏതായിരുന്നു, ഫസ്റ്റ് 1 ആയിരുന്നു. 2ഉം 3ഉം തമ്മിൽ എടുക്കുമ്പോൾ ഡ്രൈവർ ഏതായിരുന്നു, 3 ആയിരുന്നു. അപ്പോൾ ദെയർഫോർ നമുക്കിങ്ങനെ പറയാൻ പറ്റും, ഈ ന്യൂമറേറ്റർ കിടക്കുന്നത് N1/N4 ഈസ് ഈക്വൽ ടു, നമുക്കിങ്ങനെ പഠിച്ചു വെക്കുമ്പോൾ ഇങ്ങനെ ഈ ഒരു ഇക്വേഷൻ കാണാൻ പഠിക്കുന്നതിന് പകരം ജസ്റ്റ് ഇങ്ങനെ ഓർത്ത് വെക്കാൻ വേണമെങ്കിൽ N1/N2 ഈക്വൽ ടു മുകളിൽ T2 into T4 അല്ലേ പറഞ്ഞാൽ. N1/N2 എന്ന് പറഞ്ഞാൽ ഡ്രൈവർ ഏറ്റവും ആദ്യത്തെ സ്പീഡ് ബൈ ഏറ്റവും അവസാനത്തെ N1/N4 വിച്ച് ഈസ് ഈക്വൽ ടു, അതായത് സ്പീഡ് റേഷ്യോ. ഇത് സ്പീഡ് റേഷ്യോ ഈസ് ഈക്വൽ ടു N1/N4 വിച്ച് വിൽ ബി ഈക്വൽ ടു പ്രോഡക്ട്സ് ഓഫ് T2 and T2 and T4 എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രോഡക്ട്സ് ഓഫ് നമ്പർ ഓഫ് ടീത്ത് ഓഫ് T2 and T4 ഡ്രിവൺ ആണ്, ഡ്രിവൺ ഗിയേഴ്സ് ഡിവൈഡഡ് ബൈ എന്തെന്ന് പറയാൻ പറ്റും, പ്രോഡക്ട്സ് ഓഫ് നമ്പർ ഓഫ് ടീത്ത് ഓഫ് ഡ്രൈവർ ഗിയേഴ്സ്. ഇങ്ങനെ ഓർത്ത് വെക്കാൻ പറ്റും. ഇതാണ് നമ്മുടെ ഒരു കോമ്പൗണ്ട് ഗിയർ ട്രെയിൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് റിവേർട്ടഡും എപ്പിസൈക്ലിക്കും കൂടെ അടുത്തൊരു വീഡിയോയിലേക്ക് നോക്കാം. അതും കൂടെ ആകുമ്പോഴത്തേക്ക് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്തിലേക്ക് പോകാം, പ്രോബ്ലംസിലേക്ക്
ഡയറക്റ്റ് പോവാം. അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് പ്രോബ്ലംസിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് എപ്പിസൈക്കിളിലേക്കും അടുത്ത റിവേർട്ടഡ് പഠിച്ചിട്ട് അതിൻ്റെ കൂടെ എപ്പിസൈക്കിൾ. റിവേർട്ടഡ് ഇതിൽ ചെറിയൊരു വേരിയേഷൻ, ഇത് കോമ്പൗണ്ട് ഗിയർ ട്രെയിൻ തന്നെയാണ്, ചെറിയൊരു വ്യത്യാസം മാത്രം വരും.